ക്ലാസ് എടുത്ത കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണം. ഇന്ന് നമുക്ക് കാണുന്നത് പാക്കിംഗ് എഫിഷ്യൻസി എന്നുള്ള ടോപ്പിക്കാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലെ കാര്യങ്ങൾ ഒന്ന് എല്ലാവരും കോൺടാക്ട് ചെയ്തിട്ട് മനസ്സിലായ വിവരങ്ങളൊക്കെ ഒന്ന് ചോദിച്ച സമയത്ത് അധിക പേർക്കും സംശയം ഉണ്ടായിരുന്നത് തേർഡ് ലെയർ സെക്കൻഡ് ലെയറിൻ്റെ മേലെ വെച്ചത് എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടില്ല. അപ്പോൾ മായിസൊക്കെ അത് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, തേർഡ് ലെയർ സെക്കൻഡ് ലെയറിൻ്റെ മേലെ വെക്കുക എന്ന് പറയുമ്പോഴേക്ക് 3 ഡയമെൻഷനിൽ തന്നെ രണ്ടാമത്തെ കൺസെപ്റ്റാണ്. അവിടെ നിങ്ങൾ നന്നായിട്ട് വീഡിയോ കാണണം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ കൂടെ തന്നെ കേൾക്കുക. അതുപോലെ ടെക്സ്റ്റ് ഒന്നോ രണ്ടോ വായിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആവണില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും കോൺടാക്ട് ചെയ്യുക. ഓക്കെ. അപ്പോൾ അത് ഞാൻ പറഞ്ഞത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യണം. എത്രത്തോളം നിങ്ങളെ കൊണ്ട് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ആ വീഡിയോ എത്രത്തോളം നിങ്ങൾക്ക് അതിൻ്റെ ഒരു കണ്ടന്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ, അതിനനുസരിച്ച് മാത്രമേ ആ ടോപ്പിക്കും ക്ലിയർ ആവുള്ളൂ. അത് ഒറ്റയടിക്ക് വായിക്കുമ്പോഴേക്ക് ഐഡിയ കിട്ടില്ല. അത് നമ്മൾ മനസ്സിലിങ്ങനെ കാണണം. ലെയർ വെക്കുമ്പോൾ അത് കുഴിയിൽ കൊണ്ട് വെക്കണതും, അതായത് മീൻസ് ആ ഗ്രൂവിൽ കൊണ്ട് വെക്കണതും, അതുപോലെ തന്നെ മേലേക്കുള്ള ഫോം നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കണം. വായിച്ചിട്ട് മാത്രം കാര്യമില്ല. ഒന്ന് ട്രൈ ചെയ്യുക, മനസ്സിലാവണമെങ്കിൽ ചോദിക്കാം. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് പാക്കിംഗ് എഫിഷ്യൻസി എന്നുള്ള ടോപ്പിക്കാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നല്ല എളുപ്പമാണ്, ചെറിയ കൺസെപ്റ്റ് ആണ്. എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ തന്നെ ബാക്കിയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം നമ്മൾ ഓരോ ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്തപ്പോൾ അവിടെ നിങ്ങൾ കണ്ടു പാർട്ടിക്കിൾസ് പല രീതിയിൽ അറേഞ്ച് ചെയ്യുമ്പോൾ അവിടെ എഫിഷ്യൻസിയിൽ വ്യത്യാസം വരുന്നുണ്ട് അല്ലേ. അതായത് അവർ അടുത്തടുത്ത് വെക്കുമ്പോൾ ആ വോയിഡുകളുടെ എണ്ണം കുറയും, അല്ലെങ്കിൽ വോയിഡിൻ്റെ വലിപ്പം കുറയും. അതേസമയത്ത് കുറച്ച് ചില പിക്ചറിലൊക്കെ ചില സ്ട്രക്ചറിലൊക്കെ വോയിഡിൻ്റെ സൈസ് ഒരുപാട് കൂടുതലായിരുന്നു. അപ്പോൾ നമുക്ക് ശരിക്കും നഷ്ടമാണ്. സ്പേസ് കുറേ എന്ത് ചെയ്യുന്നുണ്ട്, ആവശ്യമില്ലാതെ അല്ലെങ്കിൽ ഫില്ല് ചെയ്യാതെ പോകുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ആ സോളിഡിൻ്റെ പ്രോപ്പർട്ടീസും ഡിഫർ ചെയ്യും. അപ്പോൾ നമ്മൾ ഇവിടെ കാണാൻ പോണത് ഓരോ തരം സ്ട്രക്ചറുകളിലും പാക്കിങ്ങിലും എത്രത്തോളം എഫിഷ്യൻസി ഉണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം ക്ലോസ് ആയിട്ടാണ് പാക്ക് ചെയ്തിട്ടുള്ളത്, എത്ര സ്പേസ് ആണ് അതിൽ വാക്കൻ്റായി കിടക്കണം എന്നൊക്കെ അറിയാനുള്ള ഒരു വഴിയാണ് ഇനി അങ്ങോട്ട് നോക്കുന്നത് പാക്കിംഗ് എഫിഷ്യൻസി. അപ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റ് കാണുന്നത് HCPൻ്റെ അല്ലെങ്കിൽ CCP. രണ്ടും നിങ്ങൾക്ക് അറിയാം. HCP അല്ലെങ്കിൽ CCP രണ്ടും ഒരു സ്ട്രക്ചറാണ്. നമ്മളിവിടെ പറഞ്ഞു HCP CCP ഒക്കെ സെയിം സ്ട്രക്ചറാണ്. അതിൽ തന്നെ നമ്മൾ ഈ HCP അല്ലെങ്കിൽ CCP വിളിക്കുന്ന മറ്റൊരു പേരാണ് ഫേസ് സെൻറ്റേഡ് ക്യൂബിക് എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ അത് നമ്മളിവിടെ കാണും. ആ ഫേസ് സെൻറ്റേഡ് ക്യൂബിക് അല്ലെങ്കിൽ HCPൻ്റെ അല്ലെങ്കിൽ CCPൻ്റെ പാക്കിംഗ് എഫിഷ്യൻസി എത്രയാണ്. അപ്പോൾ അത് ഫേസ് സെൻറ്റേഡ് ക്യൂബിക്കാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ പറയുന്നത് ബോഡി സെൻറ്റേഡ് ക്യൂബിക്, അതിൻ്റെ എഫിഷ്യൻസി എത്രയാണ്. ദെൻ പാക്കിംഗ് എഫിഷ്യൻസി ഇൻ സിമ്പിൾ ക്യൂബിക്. സിമ്പിൾ ക്യൂബിക് പറയുമ്പോൾ ബോഡി സെൻറ്ററും ഇല്ല, ഫേസ് സെൻറ്ററും ഇല്ല, ജസ്റ്റ് എല്ലാ കോർണറുകളിലും മാത്രം. അപ്പോൾ ഇന്ന് നമ്മൾ അത്ര കാര്യങ്ങളെ കാണുന്നുള്ളൂ. അത് കഴിഞ്ഞൊരു എക്സാമ്പിൾ കൂടി നമ്മളൊന്ന് ചെയ്യും. ദെൻ 1-2 ഹോംവർക്കുകൾ നമുക്ക് കാണാനുണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിലാണ് നമ്മൾ ഇംപെർഫെക്ഷൻസ് ഉള്ള ഒരു ടോപ്പിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ചെറിയ ടോപ്പിക്കാണ്, പക്ഷേ ഇതിൽ ഞാൻ ഇപ്പോഴേ പറയുന്നത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. ചില മെറ്റൽസൊക്കെ അതിൻ്റെ ഹീറ്റ് ചെയ്ത അവസ്ഥയിലോ അല്ലെങ്കിൽ ചില ഫോമിലൊക്കെ അത് കളർ കാണിക്കാനുള്ള സാധ്യത ഉണ്ട്. അത് എന്തുകൊണ്ടാണ്, അതിലൊരു ഡിഫക്റ്റ് കൊണ്ടാണ് അങ്ങനെ ഉണ്ടാവുന്നത് കേട്ടോ. അത് ഏത് ഡിഫക്റ്റ് കൊണ്ടാണ്, അങ്ങനെ തുടങ്ങി 1-2 ചോദ്യങ്ങൾ കൂടി ഡിസ്കസ് ചെയ്യാണ്ട്. ആൻഡ് അത് കഴിഞ്ഞ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് കൂടി പറഞ്ഞ് നമ്മുടെ ചാപ്റ്റർ തീർന്നു. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ഇവിടെ ശ്രദ്ധിക്കാം. അപ്പോൾ ഒന്നാമത്തത് പാക്കിംഗ് എഫിഷ്യൻസി ഇൻ HCP ആൻഡ് CCP സ്ട്രക്ചർ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നിങ്ങളൊരു പിക്ചർ കണ്ടല്ലോ. ആ പിക്ചറിൽ നിങ്ങളുടെ തുടക്കത്തിൽ ശ്രദ്ധിക്കുക, HCP അല്ലെങ്കിൽ CCP എന്ന് പറഞ്ഞാൽ ഫേസ് സെൻറ്റേഡ് ക്യൂബിക് സ്ട്രക്ചർ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ തൊട്ട് മുമ്പത്തെ പേജ് നമ്പർ 18 ടോപ്പിൽ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഫേസ് സെൻറ്റേഡ് ക്യൂബിക് ആകുമ്പോൾ എല്ലാ ഫേസിൻ്റെ സെൻറ്ററിൽ ഒരു പാർട്ടിക്കിൾ ഉണ്ടാവില്ലേ, അങ്ങനെ അവിടെ ഒരു ഫേസ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഫേസിൽ നിങ്ങൾക്കറിയാം 2 കോർണറുകളും പിന്നെ ഫേസിൻ്റെ സെൻറ്ററും. അപ്പം അവിടെ നിങ്ങൾക്കറിയാം 3 യൂണിറ്റ് സെല്ലിൻ്റെ ഭാഗമായിട്ട് വരുന്ന 3 പാർട്ടിക്കിൾസ് നമുക്ക് കാണാൻ പറ്റും. ഈ യൂണിറ്റ് സെല്ലിൻ്റെ ഭാഗമായിട്ട് വരുന്ന 3 പാർട്ടിക്കിൾസ് ഞാൻ ഇതിനെ വേറെ രീതിയിലൂടെ റെപ്രസെൻറ്റ് ചെയ്യുക. ഏതെങ്കിലും ഒരു സൈഡ് ശ്രദ്ധിക്കാം. നമ്മൾക്ക് ഒരു ക്യൂബിൻ്റെ 4 കോർണറുകളിലുള്ള പാർട്ടിക്കിൾ ജസ്റ്റ് ഒന്ന് റെപ്രസെൻറ്റ് ചെയ്യുക. സോ അതിൻ്റെ ഒരു സൈഡ് സെൻറ്റർ പോർഷൻ ഡയഗണലായിട്ട് ഇവിടെ നിന്ന് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ നോക്കാം, ഇതിൻ്റെ ഫ്രണ്ടിൽ ഏതെങ്കിലും ഒരു സൈഡ്, ഫ്രണ്ടിലാണെന്നില്ല ഏതെങ്കിലും ഒരു സൈഡ്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും 3 പാർട്ടിക്കിൾസ് ആണ് ഇവിടെ ഉള്ളത്. ഒന്ന് ഫേസ് സെൻറ്ററിലുള്ള പാർട്ടിക്കിളാണ്, 2 കോർണറിലുള്ള പാർട്ടിക്കിളാണ്. നിങ്ങൾ ഇമാജിൻ ചെയ്യുക, ഇതിലൊരു പാർട്ടിക്കിളിൻ്റെ ഡയാമീറ്റർ 2r ആണ്. അപ്പോൾ റേഡിയസ് എത്രയാണ്, 6 ആവുമല്ലോ. അപ്പോൾ ഇവിടെ ഒരു റേഡിയസ് 6 ഉണ്ട്, പിന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ 2r, അപ്പോൾ ഒരു 6 ഉണ്ട്, പിന്നെ ഇതിൻ്റെ മൊത്തം ദൂരം 2r ഉണ്ട്, പിന്നെ ഒരു ഹാഫ് ആവ് വീണ്ടും 6. അപ്പോൾ ഈ ഒരു ലെങ്ത് ശരിക്കും റേഡിയസിൻ്റെ ടേംസിൽ പറയുകയാണെങ്കിൽ എത്രയാണ്, r + 2r + r, ടോട്ടൽ എത്രയായി 4r ആണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇതല്ലാതെ നമുക്ക് മറ്റൊരു വഴി കൂടി ഉണ്ടല്ലോ ഈ ഒരു ഡയഗണലിൻ്റെ ലെങ്ത് കാണാൻ. കൺസിഡർ ദ സൈഡ്സ് ആർ ഓഫ് ലെങ്ത് a. ഈ സൈഡ്സിൻ്റെ ഡയമെൻഷൻ a ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ പോലല്ലേ. അപ്പോൾ നമുക്ക് ബേസ് സ്ക്വയർ + ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ = ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എഴുതിക്കൂടെ. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, a² + a². അതിൻ്റെ റൂട്ട് കണ്ടാൽ നമുക്ക് സൈഡ് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു √2a² ഓർ √2a.
ഇപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, √2a എന്ന് പറഞ്ഞാൽ ആർക്ക് ഈക്വൽ ആണ്? 4r ഈക്വൽ അല്ലേ? ഇതല്ല ഇപ്പോൾ √2a നമ്മൾ കണ്ടത്, അത് 4r ഈക്വൽ. നമ്മൾ ഇവിടെ എഴുതാം √2a ഈസ് ഈക്വൽ ടു 4r. അവിടെ നമുക്ക് വേണമെങ്കിൽ r ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ a ഈസ് ഈക്വൽ ടു രണ്ടും എഴുതാം. ടെക്സ്റ്റിക്ക് നോക്കിയെങ്കിൽ മനസ്സിലാവും. എനെ ആണെങ്കിൽ a ഈസ് ഈക്വൽ ടു 4r ബൈ √2 എന്ന് കിട്ടും. നിങ്ങൾ സിംപ്ലിഫൈ ചെയ്താൽ യു വിൽ ഗെറ്റ് 2√2r. എങ്ങനെ കിട്ടിയത്? ഇതിനെ 2 × 2 എന്ന് എഴുതാം. താഴെ √2 ഉണ്ട്, അപ്പോൾ മേലത്തെ 2√2 കട്ട് ചെയ്താൽ മേലെ √2 കിട്ടും. 2√2r. ഇനി ആറിന്റെ ടേംസിൽ പറയണമെങ്കിൽ ആറിനോട് നിർത്തുക, എന്നിട്ട് എന്ത് ചെയ്യുക, ബാക്കി ആൾക്കാർ ഇങ്ങോട്ട് കൊണ്ടുവരിക. r ഈസ് ഈക്വൽ ടു a ഡിവൈഡഡ് ബൈ 2√2. ക്ലിയർ ആണോ പറഞ്ഞത്? അപ്പം നമ്മൾ എന്താ ചെയ്ത് 3 പാർട്ടിക്കിൾസിനെ എടുത്തു, അതിന്റെ റേഡിയസ് 6 ആണെന്ന് പറഞ്ഞു, എന്നിട്ട് നമ്മൾ അതിന്റെ സൈഡുമായിട്ട് ഇക്വേറ്റ് ചെയ്തു, വേറെ ഒന്നും ചെയ്തിട്ടില്ല. നമ്മളിപ്പോൾ എന്തിനു വേണ്ടതൊക്കെ ചെയ്യേണ്ടത്? പാക്കിംഗ് എഫിഷ്യൻസി കാണാനാണ് പോണത്. ഇനി നമുക്കറിയാം ഒരു ക്യൂബിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4/3 πr3. ഇവിടെ നമ്മൾ കാണുന്ന ഓരോ പാർട്ടികളും ക്യൂബ് ഷേപ്പിലല്ലേ ഉള്ളത്, 3 ഡയമെൻഷൻ അല്ലേ. അപ്പൊ ഇവിടെ ഒരു ക്യൂബിന്റെ വോളിയം 4/3 πr3 ആണ്. ഇങ്ങനെ ഫേസ് സെന്റേർഡ് ക്യൂബിക് ആണെങ്കിൽ, ഒരു ഫേസ് സെന്റേർഡ് ആയിട്ടുള്ള യൂണിറ്റ് ആണെങ്കിൽ അതിൽ എഫക്റ്റീവായിട്ട് എത്ര പാർട്ടിക്കിൾസ് ഉണ്ടാവും? അതിൽ കോർണറുകളിൽ 1 2 3 4 5 6 ആയിട്ട് 8 കോർണർ ഉണ്ട്. കോർണറുകളുള്ള ഓരോ പാർട്ടിക്കിളിന് 8 ആൾക്കാർ ഷെയർ ചെയ്യുന്നല്ലേ നമ്മൾ പറഞ്ഞത്. സോ 8 × 1/8 പ്ലസ് അതിൽ ഫേസ് സെന്ററിൽ എല്ലാ ഫേസിന്റെ സെന്ററിൽ ഒരു പാർട്ടിക്കിൾ ഉണ്ടാവും. അത് 2 ആൾക്കാരല്ലേ ഷെയർ ചെയ്യുന്നത്. അപ്പൊ എത്ര ഫേസ് സെന്ററുകൾ ഉണ്ട് ഇതിന്? എത്ര ഫേസ് ഉണ്ട്? 6 ഫേസുകൾ ഉണ്ട്. 6 ഫേസിലുള്ള പാർട്ടിക്കിളിനെയും 2 ആൾ വീതം ഷെയർ ചെയ്യുന്നത് കാണിക്കാൻ 6 × 1/2. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 1 + 3. എത്ര ആൻസർ വരിക? 4. സോ ഫേസ് സെന്റർഡ് ക്യൂബിക്കിൽ എഫക്റ്റീവായിട്ട് എത്ര പാർട്ടിക്കിൾസ് ഉണ്ട്? 4 പാർട്ടിക്കിൾസ് ഉണ്ട്. ഒരു പാർട്ടിക്കിളിന്റെ വോളിയാണ് ഇത്. അപ്പൊ മൊത്തം എത്ര വോളിയം വരും? ടോട്ടൽ വോളിയം എത്ര വരും? ടോട്ടൽ വോളിയം ഈസ് ഈക്വൽ ടു 4 × 4/3 πr3. ഇതല്ലേ വരിക? അപ്പൊ ഇനി നമ്മളിത് എന്തിനാ ഏന്റെ ടേംസിലാക്കണം ഞാൻ പറഞ്ഞുതരാം. നമുക്കിപ്പോൾ ഉള്ളത് ഒരു ക്യൂബ് അല്ലേ? ക്യൂബിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ സൈഡിന്റെ ക്യൂബ് അല്ലേ? അപ്പൊ a³ അല്ലേ ക്യൂബിന്റെ വോളിയം. നമുക്ക് ഈ ടോട്ടൽ വോളിയം നമുക്ക് ഏത് ടേംസിൽ വേണം? ഈ ഏന്റെ ടേംസിൽ കിട്ടണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? ക്യൂബിന്റെ വോളിയത്തിന് എത്ര പെർസെന്റേജ് ടോട്ടൽ വോളിയം ഉണ്ട് കണ്ടാൽ പോരാ, എന്നാൽ എഫിഷ്യൻസി ആയില്ലേ? മനസ്സിലായി നിങ്ങൾക്ക്? ക്യൂബിന്റെ മൊത്തം വോളിയം a³. ഇതിന് നമ്മൾ ഏന്റെ ടേംസിക്ക് മറ്റ് ഈ ടോട്ടൽ വോളിയം കണ്ടെത്തുക. എന്നിട്ട് രണ്ടിനും കൂടെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ എത്ര പെർസെന്റേജ് ആണ് സ്ഫിയർ ഉള്ളത് മനസ്സിലാവുമല്ലോ. അതാണല്ലോ അതിന്റെ പാക്കിംഗ് എഫിഷ്യൻസി. ബാക്കി സ്ഥലം കൂടെ ഒഴിഞ്ഞെടുക്കുക എന്നല്ല അർത്ഥം. അപ്പൊ നമുക്ക് ആദ്യം ഈ പറഞ്ഞ ടോട്ടൽ വോളിയത്തിനെ നമുക്ക് ഏന്റെ ഇക്വേഷനിലേക്ക് മാറ്റണം. സോ നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട് r ഈസ് ഈക്വൽ ടു a ഡിവൈഡഡ് ബൈ 2√2. അപ്പൊ നമുക്ക് ഈ r പകരം ഈ വാല്യൂ കൊടുക്കാം. സോ ടോട്ടൽ വോളിയം ഞാൻ ഇവിടെ v എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 × 4/3 × π × r പകരം a/2√2 ദ ഹോൾ ക്യൂബ്. ക്ലിയർ അല്ലേ? ഇനിയോ നമ്മൾ നോക്കേണ്ടത് എഫിഷ്യൻസി ആണ് അല്ലേ? എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ വോളിയം a³ ആണ്, ക്യൂബിന്റെ മൊത്തം വോളിയം. ഇവിടെ ഒക്യുപ്പൈ ചെയ്ത വോളിയം എത്രയാണ്? ഇതാണ് ഒക്യുപ്പൈ ചെയ്ത വോളിയം. സോ പാക്കിംഗ് എഫിഷ്യൻസിന്റെ ഇക്വേഷൻ എന്താ അറിയോ? വോളിയം ഒക്യുപ്പൈഡ് ബൈ സ്പേസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം. ഓക്കെ, വോളിയം ഒക്യുപ്പൈഡ് ബൈ ദ ഫോർ സ്പേസ് ഇൻ ദ യൂണിറ്റ് സെൽ ബൈ ടോട്ടൽ വോളിയം ഇൻറ്റു 100 പെർസെൻറ്റേജ് കിട്ടും. അതാണ് പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. സോ നമുക്കിവിടെ അറിയാം ഇവിടെ ടോട്ടൽ വോളിയം, നമ്മളെ ടോട്ടൽ വോളിയം കാണാൻ ഇക്വേഷൻ നമ്മൾ എഴുതി 4 × 4/3 πr³ ഇൻറ്റു a/2√2 ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം എന്താണ്? a³ അല്ലേ? അത് കൊടുക്കുക. ഡിവൈഡഡ് ബൈ a³ ഇൻറ്റു 100. ഇത് ചെയ്താൽ നമുക്ക് ടോട്ടൽ വോളിയം കിട്ടും. ഇത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ r ടേംസിക്ക് മാറ്റാം. അപ്പൊ മേലെ പിന്നെ മാറ്റേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ എങ്ങനെയാവും? മേലെ r³ തന്നെ ഇട്ടാൽ മതി. നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യാം? r³ തന്നെ ഇടാം. അതുപോലെ ഇവിടെ എന്ത് ചെയ്യാം? r ടേംസിക്ക് ഏനെ മാറ്റാം. അപ്പോൾ ഇവിടെ ശരിക്കും എഴുതേണ്ടത് a³ എന്നാണ്. കാരണം മേലെ എഴുതേണ്ടത് സ്ഫിയറിന്റെ ടോട്ടൽ വോളിയം, താഴെ എഴുതേണ്ട ക്യൂബിന്റെ വോളിയാണ്. ക്യൂബിന്റെ വോളിയം a³ ആണ്. അപ്പൊ അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ മേലെ 6 ആയിട്ട് തന്നെ നിർത്താം നമ്മളെ കാൽക്കുലേഷൻ എളുപ്പത്തിന്. അപ്പൊ ഈ a³ വരെ എന്ത് ചെയ്യാം? 6 × 2√2 എന്ന് പറഞ്ഞാൽ a ആണ്. അപ്പൊ a³ പറഞ്ഞാൽ എന്താ? r³ ഇൻറ്റു 2ന്റെ ക്യൂബ് 8, പിന്നെയോ ഇൻറ്റു 2, പിന്നെ √2. എങ്ങനെ വന്നത്? 2√2ന്റെ ക്യൂബ് എത്രയാ? 2ന്റെ ക്യൂബ് 8. √2ന്റെ ക്യൂബ് പറഞ്ഞാൽ √2 ഇൻറ്റു √2 ഇൻറ്റു √2. √2 2, പിന്നെ √2 ബാക്കിയാണ്. അതാണ് 8 × 2√2 എന്ന് ഞാൻ എഴുതിയത്. അപ്പൊ താഴെ ആര് വരും? ഡിവൈഡഡ് ബൈ 8 × 2 16√2 r³. ഈ r³ ക്യാൻസൽ ആവും അല്ലേ? ക്യാൻസൽ ആവില്ലേ? ബാക്കിയുള്ള ആളുകൾ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 74% എന്നാണ്. അപ്പൊ ഞാൻ റഷ് ചെയ്താൽ പറഞ്ഞത് ഒന്നും കൂടി ഞാനൊന്നത് പറയുന്നത്, ഇത് എല്ലാതും ഒരേപോലെയാണ്. ഇതിലുള്ള എല്ലാ ടോപ്പിക്കും ഒരുപോലെ ചെയ്യേണ്ടത്.
എന്താണ് ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം? ആദ്യം നമ്മൾ ഒരു സർഫേസ് ഒക്കെ കൺസിഡർ ചെയ്തു. നമ്മൾ തന്ന ക്വസ്റ്റ്യൻ നോക്കുക, ഏതാണ് തന്നത് നോക്കുക, ഫേസ് സെൻറ്റേഡ് ആണോ ബോഡി സെൻറ്റർ എന്ന് നോക്കി. ഫേസ് സെൻറ്റർ ആണ്. ഫേസ് സെൻറ്റർ ആണെങ്കിൽ നമുക്കറിയാം ഫേസിൻ്റെ സെൻറ്ററിൽ ഒരു പാർട്ടിക്കിൾ ഉണ്ടാവും, പിന്നെ അതിൻ്റെ പുറമെ രണ്ട് സൈഡുകളിലും ഓരോ പാർട്ടിക്കിൾ വീതം ഉണ്ടാവും. അപ്പോൾ എല്ലാ പാർട്ടിക്കിളും ഇതുപോലെ ഇതിൻ്റെ ഒരു ആർ പോർഷൻ ഇവിടെ വരച്ചതിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, ഒന്നുകൂടി റബ്ബ് ചെയ്ത് വരയ്ക്കാം. സോ ആദ്യം പാർട്ടിക്കിൾസ് വരയ്ക്കാൻ മിസ്റ്റേക്ക് വരില്ല. 3 പാർട്ടിക്കിൾ ഡയഗണലി നിൽക്കുന്നുണ്ട്. ഫേസ് സെൻറ്റർ ആണെങ്കിൽ അങ്ങനെ ഉണ്ടാവുക. പിന്നെ ഇതുപോലെ ബാക്കി സ്ട്രക്ചർ ഞാൻ ഫില്ല് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ഫിയറിൻ്റെ ആർ പോർഷൻ ഇവിടെ നിങ്ങണ്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു 2r ഉണ്ട്, അപ്പോൾ r+2r, പിന്നെ മേലേക്ക് ഒരു r. അപ്പോൾ മൊത്തത്തിൽ 2r + r+r, അപ്പോൾ ടോട്ടൽ 4r ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സൈഡ് എ ആണ്, ഈ സൈഡ് എ ആണ്. സ്ക്വയർ ഒരു ക്യൂബ് എന്ന് പറയുന്ന സൈഡുകളൊക്കെ ഒരുപോലെയാണല്ലോ. അപ്പോൾ ഈ ഡയഗണലിൽ നമുക്ക് കണ്ടെത്തുന്ന ഇക്വേഷൻ √(a² + a² അല്ലേ? കാരണം പൈതഗോറസ് തിയറം ഉപയോഗിച്ച് നമുക്ക് കിട്ടുമല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു √2a. ക്ലിയർ അല്ലേ? ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലായി, ഇവിടെയുള്ള ദൂരം 4r ആണ്. അത് എന്തിനോട് ഈക്വൽ ആണ്? 2aനോട് ഈക്വൽ. അപ്പോൾ ഞാൻ എഴുതി 4r = √2a. ഇത് എന്തിനാ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പാക്കിംഗ് എഫിഷ്യൻസി കാണാൻ, ഇത് നൽകാൻ പി എന്ന് എഴുതാം. പാക്കിംഗ് എഫിഷ്യൻസി കാണാൻ നമ്മൾ ചെയ്യേണ്ടത് വോളിയം ഓഫ് സ്ഫിയർ എന്ന് ഉദ്ദേശിക്കുന്നത് ടോട്ടൽ പാർട്ടിക്കിൾസിന് കേട്ടോ, ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദ ക്യൂബ്, അല്ലെങ്കിൽ അവർ മൊത്തത്തിൽ നിൽക്കുന്ന സ്ഥലം. അപ്പോൾ ടോട്ടൽ വോളിയം എഴുതിയാൽ മതി ശരിക്കും. ടോട്ടൽ വോളിയം അല്ലെങ്കിൽ വോളിയം ഓഫ് ക്യൂബ്, ഏത് വേണമെങ്കിൽ എഴുതാം. ഈ ടോട്ടൽ വോളിയം അല്ലെങ്കിൽ വോളിയം ഓഫ് ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ സൈഡിന്റെ ക്യൂബാണ്. അപ്പോൾ അത് a³ ആണ് ഡിനോമിനേറ്റർ, ഡിവൈഡഡ് ബൈ അല്ല, ന്യൂമറേറ്ററിലുള്ളത് വോളിയം ഓഫ് സ്ഫിയർ വെച്ച് നമുക്കറിയാം ഒരു ഫേസ് സെന്റർ ക്യൂബിക് ആണ്. ഫേസ് സെന്ററിലാണ് ടോട്ടൽ പാർട്ടിക്കിൾസിനാണ് 4 ആണ്. അതെങ്ങനെ മനസ്സിലാവാത്തവർക്ക് കോർണറിൽ 8 പാർട്ടിക്കിൾസ് ഉണ്ട്. അതിന്റെ 1/8 മാത്രമേ ഒരു യൂണിറ്റ് സെല്ലിന് കിട്ടുള്ളൂ. നമ്മൾ തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. പ്ലസ് എല്ലാ ഫേസ് സെന്ററിലും ഓരോരുത്തരുണ്ട്, അതിന്റെ ഹാഫ് മാത്രമേ ഒരു യൂണിറ്റ് സെല്ലിന് കിട്ടുള്ളൂ. ഫേസ് സെന്റർ എന്ന് പറഞ്ഞാൽ അതിൽ മൊത്തം 6 ഫേസ് ഉള്ളത്. അപ്പോൾ നമുക്ക് ടോട്ടൽ 1 + 3 = 4 എന്ന് കിട്ടും. ഇതായിരിക്കും സംശയം ഉണ്ടോ? അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ മേലെ അപ്പോൾ നമുക്ക് 4 പാർട്ടിക്കിൾസ് ആണ് കിട്ടി. ഒരു പാർട്ടിക്കിളിന്റെ വോളിയം 4/3 πr³ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ എയും ഇവിടെ ആർ വന്നാൽ കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ? അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് എനെ ആറിന് ടേംസിക്ക് വേണ്ട, അല്ലെങ്കിൽ ആറിനെ എയുടെ ടേംസിക്ക് വേണ്ട. അതെങ്ങനെ ചെയ്യാം? ഈ 4നെ ഇങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ നമുക്ക് r = കിട്ടും. r = 2√2a. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, ഈ ആറിന് വരുന്നത് കൊണ്ടേ കൊടുക്കുക, 2√2a കൊടുക്കുക. അപ്പോൾ നമുക്ക് താഴെ മേലെ എ ഉണ്ടാവും, അതിനനുസരിച്ച് കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഇവിടെ ഇത് ആറാണ്, നിങ്ങൾ r³ എടുക്കണം എന്ന് മാത്രം. അപ്പോൾ r³ ആണെങ്കിൽ 2√2a ഹോൾ ക്യൂബ് ഇവിടെ എഴുതാമെന്ന് അർത്ഥം. ഇനി അതല്ല, വേറൊരു വഴിയുണ്ട്. ഈ a³ പകരം എന്ത് കൊടുക്കാം? a³ പകരം r ടേംസ് കൊടുക്കാൻ എന്തുണ്ട്? എനെ ഇവിടെ നിർത്താം, ബാക്കിയുള്ളവർ ഇങ്ങോട്ട് വരിക. അപ്പോൾ നമുക്ക് കിട്ടുക 4/√2r എന്ന് കിട്ടും a. അപ്പോൾ നമ്മൾ a³ ആണെങ്കിൽ ഇതിന്റെ ക്യൂബ് എടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഇക്വേഷൻ കഴിയില്ല, ×100 ചെയ്യണം. അത് എഫിഷ്യൻസി ആയിട്ട് പെർസെൻറ്റേജ് ആയിട്ട് നമ്മൾ പറയുന്നത്. സോ ×100, അപ്പോൾ നമുക്ക് കിട്ടുക 74% എന്നാണ്. ക്ലിയർ ആണോ പറഞ്ഞത്? ഇനി അടുത്തത് ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ പറഞ്ഞു പോകുന്നത് ഡിലേഡ്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് ബോഡി സെന്റേഡ് ക്യൂബിക് എന്നുള്ള യൂണിറ്റ് സെല്ലിന്റെ എഫിഷ്യൻസിയാണ്. അപ്പോൾ ബോഡി സെന്റേഡ് ക്യൂബിക്കിന് നിർബന്ധമായിട്ടും നമുക്ക് ഒരു ചിത്രം ഇല്ലാതെ പറ്റില്ല. കാരണം നമ്മൾ ഫേസ് സെന്ററിലൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ നല്ല എളുപ്പമായിരുന്നു. ഏതെങ്കിലും ഒരു ഫേസിന്റെ 2 സൈഡിൽ പാർട്ടിക്കിൾ ഉണ്ട്, അതിന്റെ നടുവിലൊരു പാർട്ടിക്കിൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിത്രം കറക്റ്റ് ആയിരുന്നു. പക്ഷെ ഇവിടെ പ്രാവശ്യം നമുക്ക് അങ്ങനെ കൺസിഡർ ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ നമ്മൾ ഒരു സൈഡിന്റെ ഓപ്പോസിറ്റ് കോർണറുകളല്ല നമ്മൾ റിലേറ്റ് ചെയ്യണത്. എന്താ കാരണം നോക്കുക, ഇവിടെ 2 സൈഡിലും പാർട്ടിക്കിൾ ഉണ്ട്, അല്ലെങ്കിൽ എല്ലാ കോർണറിലും പാർട്ടിക്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഏതോ 2 സൈഡിലെ പാർട്ടിക്കിളാണ്. ഇൻ ബിറ്റ്വീൻ ബോഡി സെന്ററിലെ പാർട്ടിക്കിളുണ്ട്. എന്തിനാണ് ഇവിടെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡുകൾ, ഇവിടെ ഒരു സൈഡ് എടുത്തു, പിന്നെ നേരെ ഓപ്പോസിറ്റ് സൈഡ് എടുത്തു? എന്താ കാരണം അറിയോ? ഇവിടെ നിന്ന് ഇതേ ഫേസിന്റെ സെന്ററിലേക്ക് വരച്ചു കഴിഞ്ഞാൽ അത് ഒരിക്കലും ബോഡി സെന്റർ കൂടി പോകില്ലല്ലോ. നമുക്ക് ബോഡി സെന്റർ കൂടി പോകണമെന്നുണ്ടെങ്കിൽ അത് ഉള്ളിലേക്ക് തുളച്ച് കയറണ്ടേ. അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ ഈ കോർണറിൽ നിന്ന് ഓപ്പോസിറ്റ് കോർണറിലേക്കാണ് നമ്മളൊരു ഡയഗണൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ അവിടെ 3 പാർട്ടിക്കിളുകളാണ് അല്ലേ? ഈ കോർണറിലെ പാർട്ടിക്കിൾ ഉണ്ട്, ഇവിടെ ഒരു പാർട്ടിക്കിൾ ഉണ്ട്, നടുവിലൊരു പാർട്ടിക്കിൾ ഉണ്ട്. ഈ പാർട്ടിക്കിളിന്റെ നമുക്കറിയാം ഒരു പകുതി 6 മാത്രമേ റേഡിയസേ വരുന്നുള്ളൂ, ഡയമീറ്ററിന്റെ ഹാഫ് വരുന്നുള്ളൂ. ഇവിടെ അതുപോലെ റേഡിയസേ വരുന്നുള്ളൂ, ഡയമീറ്ററിന്റെ ഹാഫ് വരുന്നുള്ളൂ. പക്ഷെ നടുവിലുള്ള പാർട്ടിക്കിളിന്റെ കംപ്ലീറ്റ് ഡയമീറ്റർ, അതായത് 2r ഈ ഒരു ഡയഗണലിൽ ഉണ്ട്. സോ ഡയഗണലിന്റെ ലെങ്ത് റേഡിയസിന്റെ ടേംസിൽ പറയുകയാണെങ്കിൽ r+2r അല്ലെ? ടോട്ടൽ ആയിട്ട് എത്ര വരിക? 4r എന്നല്ലേ കിട്ടുക നമുക്ക് ടോട്ടൽ റേഡിയസ് പറയുകയാണെങ്കിൽ. ഇനി എന്റെ ടേംസിൽ പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഒരു പ്രശ്നം നിങ്ങൾ ആലോചിക്കണം. ഇവിടെ നമ്മൾ ഫേസ് സെന്റർ ഒക്കെ പറയുമ്പോൾ നമ്മൾക്ക് ആകെ ഈ സൈഡും പറയുക, അതിന്റെ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തിട്ട് നമുക്ക് തേർഡ് സൈഡ് ഡയഗണൽ കണ്ടാൽ മതിയായിരുന്നു. ഇവിടെ പ്രശ്നം ഒരു സൈഡ് എ ഡയറക്റ്റ് നമ്മുടെ കയ്യിലുണ്ട്, അടുത്ത സൈഡ് ഇതൊന്നും അല്ലല്ലേ, ഇതല്ലേ ട്രയാങ്കിൾ. അപ്പൊ അതിന്റെ അടുത്ത സൈഡ് ഏത് വരിക? ഇവിടെ താഴെ കൂടി നമ്മൾ ഇതേപോലെ ഇങ്ങോട്ടൊരു വര വരയ്ക്കണം. അപ്പോഴാണ് നമുക്ക് ഇതിന്റെ 3 സൈഡുകളും, അതായത് ഒന്ന് എ, പിന്നെ ഈ താഴത്തെ സൈഡ്, മൂന്നാമത്തത് ഇവിടെ നിങ്ങോട്ടുള്ള സൈഡ്. ഇത് നമുക്ക് ആറിന്റെ ടേംസിൽ അറിയാം, എന്റെ ടേംസിൽ അറിയില്ല. അപ്പൊ ഇത് നമുക്കറിയണം, അത് ഈ താഴത്തെ. അതിന് നമുക്ക് ഒരു കാര്യം ഉപയോഗിക്കാം,
ഇവിടെ ഒരു എ കൺസിഡർ ചെയ്യുക, ഇവിടെ ഒരു എ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വേറെ കണ്ടോ നിങ്ങൾ? ഇവിടെ ഇങ്ങനെ ട്രയാംഗിൾ കണ്ടോ? ആ ട്രയാംഗിൾ രണ്ട് സൈഡ് വരെയെങ്കിൽ മൂന്നാമത്തെ സൈഡ് കണ്ടെത്താൻ √(a²+a² ചെയ്താൽ പോരെ. അപ്പോൾ ഈ ഡയഗണലിൻ്റെ ലെങ്ത് എത്രയാണ് നമുക്ക് കിട്ടുക? √(a²+a²) മുമ്പ് ചെയ്ത് തന്നെ √(a²+a²) ദാറ്റ് ഈസ് ഈക്വൽ ടു √2a എന്ന് കിട്ടും. ഇപ്പോൾ നമുക്ക് ഇതും കിട്ടി, ഇത് √2a എന്ന് കിട്ടി, ഇത് എയും കിട്ടി. അപ്പോൾ ഇത് എത്രയായിരിക്കും എന്റെ ടേംസിൽ? ഇത് ഇവിടെ പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മളടുത്ത് ബേസ് ഉണ്ട്, അതുപോലെ ആൾട്ടിറ്റ്യൂഡ് ഉണ്ട്. അപ്പോൾ രണ്ടിൻ്റെ സ്ക്വയറിൻ്റെ ആഡ് ചെയ്തിട്ട് സ്ക്വയർ റൂട്ട് എടുക്കുക. അപ്പോൾ √(a²) പ്ലസ് ബേസ് എത്രയാണ്? √2a അല്ലേ, അതിൻ്റെ സ്ക്വയർ √2a². ടോട്ടൽ സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഹൈപ്പോട്ടനസ് കിട്ടും. ഇവിടെ ഞാനൊരു ABC നെയിം ഒന്നും ടെക്സ്റ്റിലുള്ള പോലെ കൊടുത്തിട്ടില്ല. അത് മാത്രമല്ല ടെക്സ്റ്റിൽ കൺസിഡർ ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു കോർണർ ഉണ്ടാവില്ല ഈ മൂലയ്ക്കിൽ, അതും ബോഡി സെൻറ്ററും പിന്നെ ഈ കോർണറുമാണ്. നമ്മളത് ഫോളോ ചെയ്യണേ ഇല്ല, കാരണം നമ്മൾ നമ്മളതായിട്ട് രീതിയിൽ ചെയ്താൽ മാത്രമേ ഇത് ഓർമ്മ ഉണ്ടാവുള്ളൂ ഈ ഒരു കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ എത്രയായി? ഇപ്പോൾ ഈ ഒരു ലെങ്ത് √2 √2a അതിൻ്റെ സ്ക്വയർ പ്ലസ് ഈ ഒരു ലെങ്ത് അതിൻ്റെ സ്ക്വയർ a². അപ്പോൾ നമുക്ക് എന്റെ ടേംസിൽ ഈ ഒരു ഡയഗണൽ ലെങ്ത് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു √(a²+ √2a² എന്നല്ലേ. അപ്പോൾ റൂട്ടിൻ്റെ ഉള്ളിൽ എന്താ ഉണ്ടാവുക? a² ഉണ്ടാവും, 2a² എന്നുണ്ടാവും, ഇതെല്ലാം ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ടോട്ടലായിട്ട് √3a എന്നല്ലേ കിട്ടുക. √3a² എന്നാണ്, റൂട്ട് കൊടുത്തു കഴിഞ്ഞാൽ a² a ആയിട്ട് പുറത്തേക്ക് എത്തും. സോ ഡയഗണലിൽ എന്റെ ടേംസിൽ √3a ആണ്, ആറിൻ്റെ ടേംസിൽ 2r + r+r എത്രയാണത്? 2r + r 3r + r 4r എന്ന് കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടി 4r ഈസ് ഈക്വൽ ടു √3a. ക്ലിയർ ആണ് അതുവരെ പറഞ്ഞ കാര്യങ്ങൾ? ജസ്റ്റ് ഒന്ന് നോക്കി നോക്കി എന്തൊക്കെ കാര്യങ്ങൾ ഇതുവരെ മെൻഷൻ ചെയ്തതെന്ന്. അപ്പോൾ നമുക്ക് കിട്ടിയത് ഇപ്പോൾ എന്താണ്? 4r ഈസ് ഈക്വൽ ടു √3a എന്നാണ് ഇപ്പോൾ കിട്ടിയത് അല്ലേ. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ മറക്കരുത്. ഒന്നെങ്കിൽ എനെ നിങ്ങൾക്ക് ആറിന് ടേംസിക്ക് മാറ്റാം, അല്ലെങ്കിൽ ആറിന് എന്റെ ടേംസിക്ക് മാറ്റാം. ഒറ്റ ഇക്വേഷൻ നമ്മുടെ കയ്യിലുള്ളൂ, വോളിയം ഒക്കുപ്പൈഡ് ബൈ ദ പാർട്ടിക്കിൾസ്. വോളിയം ഒക്കുപ്പൈഡ് ബൈ പാർട്ടിക്കിൾസ്. അപ്പോൾ അതറിയണമെങ്കിൽ നമുക്ക് ആദ്യം എഫക്റ്റീവായിട്ട് എത്ര പാർട്ടിക്കിൾസ് ആണ് ഇതിലുള്ളതാണല്ലേ, ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം. അതൊന്നെങ്കിൽ നിങ്ങൾക്ക് എന്റെ ടേംസിലാണെങ്കിൽ a³ എഴുതാം, അല്ലെങ്കിൽ ആറിന്റെ ടേംസിക്ക് മാറ്റി എഴുതാം. ടോട്ടൽ വോളിയം ഇൻറ്റു 100 നമ്മൾ മുമ്പ് എഴുതിയ ഇക്വേഷൻ തന്നെ. അപ്പോൾ ഇവിടുന്ന് ഏതെങ്കിലും ഒന്ന് കിട്ടും, ഒന്നെങ്കിൽ ആറിന് എന്റെ ടേംസിക്ക് ആക്കാം, അല്ലെങ്കിൽ എനെ ആറിന്റെ ടേംസിക്ക് ആക്കാം. നമ്മളെ എളുപ്പത്തിന് വേണ്ടി നമ്മൾ എപ്പോഴും ചെയ്യാറുള്ളത് എനെ ആറിന്റെ ടേംസിക്ക് ആക്കാം. അപ്പോൾ a ഈസ് ഈക്വൽ ടു 4r ബൈ √3 എന്ന് കിട്ടും. ഇത് ഇവിടുന്ന് √3 അങ്ങോട്ട് കൊണ്ടുപോയാൽ മതി. ക്ലിയർ ആണല്ലോ. സോ ഈ വോളിയം ഒക്കുപൈഡ് പാർട്ടിക്കിൾസ് എന്ന് റബ്ബ് ചെയ്യട്ടെ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് എന്ത് സെല്ലാണ്? ബോഡി സെന്റേർഡ് ക്യൂബ് അല്ലേ. ബോഡി സെന്ററിൽ എഫക്റ്റീവായിട്ട് എത്ര പാർട്ടിക്കിൾസ് ഉണ്ടാവും ബോഡി സെന്റർ ക്യൂബിക്കിൽ? 8 പാർട്ടിക്കിൾസ് കോർണറുകളിലുണ്ട്. അതിന്റെ 1/8 മാത്രമേ ഒരു സെല്ലിനുള്ളൂ. സോ 1/8 × 8 പ്ലസ് ഒരു ബോഡി സെന്റർ ഉണ്ട്, അത് വേറെ ആർക്കും കിട്ടൂല, അത് ഇയാളത് മാത്രം, +1. സോ നമുക്ക് എന്താണ് ആൻസർ കിട്ടുക? 1 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു. അപ്പോൾ എഫക്റ്റീവായിട്ട് 2 പാർട്ടിക്കിൾ മാത്രമേ ഉള്ളൂ. സോ ടോട്ടൽ വോളിയം ഓഫ് പാർട്ടിക്കിൾസ് എത്രയാണ്? 2 × 4/3 πr³ ഡിവൈഡഡ് ബൈ എന്റെ പകരം, അതിന് ശരിക്കും ഇവിടെ a³ ആണുള്ളത്. ഇതൊരു ക്യൂബ് ആണെങ്കിൽ മുമ്പ് ഞാൻ പറഞ്ഞ പോലെ സൈഡ് a ആണെങ്കിൽ ടോട്ടൽ വോളിയം a³ ആണ്. a³ പകരം നമുക്ക് എന്ത് കൊടുക്കാം? ഇതിന്റെ ക്യൂബ് കൊടുക്കാം, 4r ഡിവൈഡഡ് ബൈ √3 എന്നിട്ട് എല്ലാത്തിനും കൂടി ഒരു ക്യൂബ് അല്ലേ. അപ്പോൾ നമുക്കിവിടെ ഇത് ക്യൂബ് ഒന്ന് ഉള്ളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടാം? 2 × 4/3 πr³ ഡിവൈഡഡ് ബൈ 4³ × r³ ഡിവൈഡഡ് ബൈ √3 ക്യൂബ്. 43 അല്ല കേട്ടോ, 4³ ഈ r³ പോവും. അതുപോലെ 4 നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. √3 ക്യൂബ് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുക? 9 √3 എന്നാ കിട്ടുക അല്ലേ. √3 × √3 അല്ലേ. അപ്പോൾ √3 9 √3 അല്ല, √3 × √3 3. അപ്പോൾ 3 √3 എന്ന് കിട്ടില്ല ആൻസർ. അപ്പോൾ ഇതിന് പകരം 3 √3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 3 ക്യാൻസൽ ചെയ്യാനുണ്ട്. അപ്പോൾ എനിവേ ആ എഫക്റ്റീവ് സിംപ്ലിഫിക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ × 100 കൂടി ഇല്ലേ പെർസെൻറ്റേജിക്ക് മാറ്റാനല്ലേ. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 68% എന്നാണ്. അപ്പോൾ തുടക്കത്തിൽ FCCക്ക് നമുക്ക് 74 കിട്ടി, ഇത് എത്രയുള്ളൂ? 68% ഉള്ളൂ. ക്ലിയർ ആണോ പറഞ്ഞത്? ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? ചെയ്ത വിധത്തിൽ എന്തെങ്കിലും? ടെക്സ്റ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ABCD കാണാൻ നല്ലത്, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഒരു തവണ കൂടി കണ്ടു നോക്കുക, എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സിമ്പിൾ ക്യൂബിക്കൽ ലാറ്റിസിന്റെ പാക്കിംഗ് എഫിഷ്യൻസിയാണ്. അത് നല്ല എളുപ്പമാണ്, കാരണം അതിലിപ്പോൾ ആ കോർണറുകളിൽ പാർട്ടിക്കിൾ ഉണ്ട് എന്നല്ലാതെ വേറെ എവിടെയും പാർട്ടിക്കിൾ ഇല്ലല്ലോ. അതുകൊണ്ട് അത് ചെയ്യാൻ നല്ല സുഖമാണ്. ഓക്കെ, നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞ കേട്ടിട്ടല്ല, നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ ശേഷം ഓഡിയോ കേട്ടാൽ മതി. എന്നാൽ പിന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്, സ്റ്റക്ക് ആവുന്നത്, എവിടെയാണ് ക്ലിയർ ആവാത്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ കാര്യം ചെയ്യുക, വേണമെങ്കിൽ പോസ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ 2 കണ്ടില്ലേ, അതുപോലെ സിമ്പിൾ ക്യൂബിൻ്റെ ഇത് കാണാൻ ട്രൈ ചെയ്യുക. ഒറ്റ കാര്യം മനസ്സിൽ കീപ്പ് ചെയ്താൽ മതി, കോർണറുകളിൽ മാത്രമേ പാർട്ടിക്കിൾ ഉള്ളൂ. അപ്പോൾ എഫക്റ്റീവ് പാർട്ടിക്കിളിൻ്റെ എണ്ണം എത്രയാവുന്നുള്ളത് ആലോചിക്കാം. ഓക്കെ, നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് കേൾക്കുക. അല്ലാതെ തീരെ കഴിയില്ല എന്നാണെങ്കിൽ ഇത് കണ്ടോളൂ. പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് വരുമ്പോൾ എവിടെ നിങ്ങൾ സ്റ്റക്ക് ആവുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. എനിവേ ഞാനത് ചെയ്യാം. സോ നമുക്കൊരു ക്യൂബ് ഉണ്ട്, അതിൻ്റെ 4 ഭാഗത്തും 4 സൈഡിലും പാർട്ടിക്കിൾസ് ഉണ്ട്. ഞാൻ തൽക്കാലം എൻ്റെ ഒരു ഫ്രണ്ട് പോർഷൻ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇവിടെ നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാണ്. വേറെ ഒന്നും കൊണ്ടല്ല, ഇവിടെ ഒരു സൈഡ് എ ആണെന്ന് അറിയാലോ, അതിൻ്റെ പുറമെ 2 ഹാഫ്, അതായത് ഡയമീറ്ററിൻ്റെ പകുതികൾ 2ന് പകുതി, ശരിക്കും പകുതി വരുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഹാഫ് മാത്രമേ ഉള്ളിലേക്ക് ഉണ്ടാവുള്ളൂ. ഞാൻ പറഞ്ഞില്ല, റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ കുറേ ബുദ്ധിമുട്ടുകൾ വരും. സോ ഒരു 6, ഇതിനും അതുപോലെ ഒരു 6. സോ ടോട്ടലായിട്ട് എ എന്ന് പറയുന്ന സൈഡിൽ എത്ര 6 വരുന്നുണ്ട്? 2 6 വരുന്നുണ്ട്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഇവിടുന്ന് നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിന്റെ യൂണിറ്റ് സെൽ അത് കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആസ് ദ പാർട്ടിക്കിൾസ് ആർ ഓൺലി പ്രസന്റ് അറ്റ് ദ കോർണേഴ്സ് ആൻഡ് വി ആർ ഹാവിംഗ് 8 corners, the total number or the effective number of particles per unit cell is 1/8 into 8. എന്തുകൊണ്ടാണ് 1/8 ഇട്ടത്? Because only 1/8 of a particle is available for a unit cell. അല്ലെ, 1/8 of the particle of the corner is only available for a unit cell. So 1/8 into 8 is equal to 1 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഈ കോർണറിൽ എല്ലാവരും കൂടി ചേർത്ത് ആകെ ഒരു പാർട്ടിക്കിൾ ഉണ്ട്. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ എളുപ്പമായി. ഇനി നമ്മൾ അടുത്തത് എന്താ ചെയ്യേണ്ടത്? സോ ദ ടോട്ടൽ വോളിയം നമുക്കറിയാം A ക്യൂബ് എന്നാണ് എഴുതേണ്ടത്. അത് സ്ക്വയറിന്റെ വോളിയം നമ്മൾ A ക്യൂബ് എഴുതുക. തൽക്കാലം നമ്മൾ അതിന് 6 ടേംസിക്ക് മാറ്റും, 6 ടേംസിക്ക് മാറ്റില്ല, നമുക്ക് ചെയ്യാൻ എളുപ്പത്തിന്. സോ A ഈക്വൽ 2R എന്നറിയാം. അപ്പോൾ A ക്യൂബ് പറഞ്ഞാൽ 2R ദ ഹോൾ ക്യൂബ്. ക്ലിയർ അല്ലേ? ഞാൻ പാക്കിംഗ് എഫിഷ്യൻസിന്റെ ഇക്വേഷൻ എന്താണ്? വോളിയം ഓഫ് ദ പാർട്ടിക്കിൾസ് അല്ലെ, വോളിയം ഓഫ് പാർട്ടിക്കിൾസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം. ഓക്കെ, ടോട്ടൽ വോളിയം വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ടോട്ടൽ വോളിയം ഓഫ് പാർട്ടിക്കിൾസ് നല്ല ടോട്ടൽ ഉദ്ദേശിക്കും. ടോട്ടൽ വോളിയം മൊത്തത്തിൽ എത്ര വോളിയം ഉണ്ട്? സ്ക്വയറിന്റെ വോളിയം നമുക്ക് അവൈലബിൾ ആയിട്ടില്ല, ക്യൂബിന്റെ വോളിയം. അപ്പോൾ അതാണ് ടോട്ടൽ വോളിയം. അപ്പോൾ ഇവിടെ നമുക്ക് വോളിയം ഓഫ് പാർട്ടിക്കിൾസ് എത്ര പാർട്ടിക്കിൾ ആകുള്ളൂ? ഒരു പാർട്ടിക്കിളിന്റെ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഫിയർ ആയതുകൊണ്ട് 4/3 πr³ ഡിവൈഡഡ് ബൈ A ക്യൂബ് ആണ്. അതിന് പകരം 2R³ എന്ന് കൊടുക്കുക ഇൻറ്റു 100 അല്ലേ. അപ്പോൾ നമ്മൾ ഈ R ക്യൂബും ക്യാൻസൽ ചെയ്യുക. ബാക്കിയുള്ള ആളുകളൊക്കെ നമ്മൾ സിംപ്ലിഫൈ ചെയ്താൽ we will get the net efficiency. ഇതിന്റെ ആൻസർ ആയിട്ട് നമുക്ക് വരിക 52 പോയിന്റ് സംതിങ്. നമുക്ക് നോക്കി നോക്കാം, 52.36. അത് നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്ത് എത്ര എഴുതും? 52.4 എന്നാക്കി എഴുതും. അപ്പോൾ അത് നമുക്കൊരു കാര്യം മനസ്സിലായി, ഏറ്റവും എഫിഷ്യൻ്റ് ഏതാണ്? നമ്മൾ HCP അല്ലെങ്കിൽ CCP അല്ലെങ്കിൽ FCP എന്ന് വിളിക്കുന്ന ആ യൂണിറ്റ്സിലാണ് ഏറ്റവും കൂടുതൽ എഫിഷ്യൻസി ഉള്ളത്. പിന്നെ ആർക്കുള്ളത്? പിന്നെ ബോഡി സെന്റർ ക്യൂബിക്. പിന്നെ ആർക്ക് ഏറ്റവും ലീസ്റ്റ് ആർക്കാണ്? സിമ്പിൾ ക്യൂബിക് ലാറ്റിസിനെ. ഇതെന്താണ്? എക്സ്റ്റേണൽ ക്ലോസ് പാക്കിംഗ് എന്ന് വിളിക്കുക, അല്ലെങ്കിൽ ക്യൂബിക് ക്ലോസ് പാക്കിംഗ് എന്ന് വിളിക്കുക, അല്ലെങ്കിൽ ഫേസ് സെന്റേഡ് പാക്കിംഗ് അല്ലെങ്കിൽ ഫേസ് സെന്റേഡ് ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറയാം. നെക്സ്റ്റ് ബോഡി സെന്റേഡ് ക്യൂബിക്, അതിലേറെ കുറവാണ് ഇത് സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചറിന്. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? അപ്പോൾ ഇത് നല്ല എളുപ്പമായിരുന്നില്ലേ? പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇത് എളുപ്പമാണ് ഓക്കെ, പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത് മൂന്നും നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കാതെ, ഞാൻ പറയുന്ന വീഡിയോ കാണാതെ നിങ്ങൾ ഒറ്റക്കൊന്ന് എഴുതി നോക്കണം. അപ്പോൾ നിങ്ങൾ തെറ്റും, ചിലപ്പോൾ നിങ്ങൾ തെറ്റാൻ സാധ്യതയുണ്ട്. തെറ്റുന്ന സ്ഥലം നിങ്ങൾ നോക്കി വെക്കുക. എന്നിട്ട് അത് എന്താണെന്നുള്ളത് വീഡിയോ കേട്ടിട്ടോ ടെക്സ്റ്റ് ബുക്ക് നോക്കി റെഫർ ചെയ്ത് കാര്യങ്ങൾ ക്ലിയർ ചെയ്യുക. ഇതൊരു വീഡിയോ ട്രൈ ചെയ്യുക. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ നല്ല സാധ്യത ഉണ്ട്. ഓക്കെ, ഷോ ദാറ്റ് ദ പാക്കിംഗ് എഫിഷ്യൻസി ഓഫ് സിമ്പിൾ ക്യൂബിക് ഈസ് ദ ലോവസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 3 നമ്മൾ ചെയ്യേണ്ടി വരും. സോ നല്ല രീതിയിൽ നിങ്ങളിത് വർക്കൗട്ട് ചെയ്യുക. ഈ ഭാഗത്താണ് ഈ ചാപ്റ്ററിൽ പ്രോബ്ലങ്ങൾ കൂടുതലായിട്ട് ചോദിക്കുക. ഈ ഒരു ഭാഗമൊന്നും തൊട്ടടുത്ത ടോപ്പിക്കൊന്നും. ഇതിന് മുമ്പുള്ള കൺസെപ്റ്റ് അതുപോലെ പഠിച്ചാൽ മതിയിരുന്നല്ലോ. ഇവിടെ നിന്ന് പ്രോബ്ലങ്ങളാണ് ചോദിക്കുക. ഇതിപ്പോൾ ഡയറക്റ്റ് പ്രോബ്ലമാണ്, ഉത്തരം മാറൂല. ഓക്കെ, ഇതൊക്കെ പെർസെൻറ്റേജ് ആണ്, ഉത്തരം മാറൂല. പക്ഷേ ഇനി ഒരു ടോപ്പിക് കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് കാൽക്കുലേഷൻസ് ഇൻവോൾവിംഗ് യൂണിറ്റ് സെൽ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ സൈഡിന്റെ ലെങ്ത് ആവുക, അല്ലെങ്കിൽ ഇതുപോലെ പാർട്ടിക്കിളിന്റെ സൈസ് ഒക്കെ ആവുക, അത് വെച്ചിട്ടുള്ള കാൽക്കുലേഷൻ. അതും പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇത് ഞാൻ ടെക്സ്റ്റ് ബുക്ക് തന്നെ ഫോളോ ചെയ്ത് പറയാം. അതിനൊരു ഇക്വേഷൻ അത് നിങ്ങളുടെ മനസ്സിലുണ്ടായാൽ മതി. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 22 എടുക്കുക. ടെക്സ്റ്റ് ഇല്ലാത്തവർ ഞാൻ പറഞ്ഞാൽ മറക്കണ്ട, PDF ഫയൽ അവൈലബിൾ ആണ്. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും, പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഗൂഗിളിൽ നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ വലിയ MB ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, കുറച്ച് കാൽക്കുലേഷൻ ഇൻവോൾവ് ചെയ്യുന്ന ടോപ്പിക്കാണ് നമ്മൾ പറഞ്ഞു. ദാറ്റ് ഈസ് ആക്ച്വലി കാൽക്കുലേഷൻസ് ഇൻവോൾവിംഗ് യൂണിറ്റ് സെൽ ഡയമെൻഷൻ. അതായത് ഒരു സെല്ലിന്റെ എഡ്ജ് ലെങ്തോ അതിന്റെ മാസോ മോളാർ മാസോ ഒക്കെ തന്നു കഴിഞ്ഞാൽ അത് ഉപയോഗിച്ച് ചെയ്യാവുന്ന ചില കാൽക്കുലേഷനുകൾ. ഓക്കെ, ഇത് ശരിക്കും ഈ കാൽക്കുലേഷൻ ഉപയോഗിച്ച് നമുക്ക് അവഗാഡ്രോ കോൺസ്റ്റന്റ് ഒക്കെ കൃത്യമായിട്ടും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ എക്സ്റേ ഡിഫ്രാക്ഷൻ ഒരു ടേം പറയേണ്ടത് വേറൊന്നുമല്ല, നമുക്ക് ഈ ആറ്റങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ ക്രിസ്റ്റലിന്റെ യൂണിറ്റ് സെല്ലുകളുടെ ഇടയിലൊക്കെ ഡിസ്റ്റൻസ് കാണാൻ ഉപയോഗിക്കാവുന്ന ഒരു ടെക്നോളജിയാണ് എക്സ്റേ ഡിഫ്രാക്ഷൻ. അപ്പോൾ അങ്ങനെ എക്സ്റേ ഡിഫ്രാക്ഷൻ വഴി നമ്മൾ ഒരു മെറ്റൽ ആറ്റത്തിന്റെ അല്ലെങ്കിൽ ഒരു മെറ്റലിന്റെ യൂണിറ്റ് സെല്ലിന്റെ ഡയമെൻഷൻ, അതായത് ഏത് സൈഡിന്റെ ലെങ്ത് A ആണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ആ മെറ്റലിന്റെ ഡെൻസിറ്റി നമ്മൾ D ആണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ കാണാൻ പോണ കാര്യങ്ങൾ നമ്മൾ ഈ അറിയാവുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ഇപ്പോൾ Aയും D നമുക്ക് തന്നു. അതുപോലെ മോളാർ മാസ് ഉണ്ട് കേട്ടോ. മോളാർ മാസ് M ആണ്. എന്താ മോളാർ മാസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 6.022 ഇൻറ്റു 10⁻23 പാർട്ടിക്കിൾസിന്റെ മാസ് ക്യാപിറ്റൽ ലെറ്റർ M ആണ്. ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ M ഉം അതുപോലെ സ്മോൾ ലെറ്റർ M നും വ്യത്യാസമുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കാം.
അപ്പോൾ ഇനി ഇവിടെ പറയുന്ന കാര്യം ഇതാണ്, ഡയമെൻഷൻ എ ആണെന്ന് പറഞ്ഞാൽ ഒരു സൈഡ് എ ആണെന്ന് പറഞ്ഞാൽ ക്യൂബിന്റെ ഒരു സൈഡ് എന്ന വോളിയം കണ്ടൂടെ, എങ്ങനെ കാണാം, എ ക്യൂബ് അല്ലേ. സോ വോളിയം ഈസ് ഈക്വൽ ടു എ ക്യൂബ്, വോളിയം ഈക്വൽ ടു എ ക്യൂബ്. ഇനി അടുത്ത പരിപാടി എന്താണ്, നമുക്ക് മോളാർ മാസ് തന്നിട്ടുണ്ട്, പക്ഷെ ഒരാറ്റത്തിന്റെ മാസ് തന്നിട്ടില്ല. തൽക്കാലം ഒരാറ്റത്തിന്റെ മാസ് എം ആണെന്ന് വിചാരിക്കാം, ഒരാറ്റത്തിന്റെ മാസ് എം ആണ്. ഇനി എഫക്റ്റീവായിട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിൽ വേണം, ബോഡി സെന്റേഡ് ആണെങ്കിൽ നടുവിലുള്ളത് ആ യൂണിറ്റ് സെല്ലിന് മാത്രമാണ്, ചുറ്റുള്ള എല്ലാം കൂടി 1/8 × 8 ഉണ്ടാവുള്ളൂ. അതാണ് എഫക്റ്റീവ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. സോ എഫക്റ്റീവായിട്ട് ഒരു യൂണിറ്റ് സെല്ലിന് എത്ര പാർട്ടിക്കിളാണ് ഉള്ളത്, അത് നമ്മൾ സെഡ് എന്നുള്ള ലെറ്റർ ഉപയോഗിച്ചിട്ട് കാണിക്കുന്നത്. എം എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിക്കിളിന്റെ മാസ്, അങ്ങനെ സെഡ് പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ ടോട്ടൽ മാസ് സെഡ് ഇൻറ്റു എം അല്ലേ. സോ സെഡ് ഇൻറ്റു എം ആണ് നമ്മുടെ ടോട്ടൽ മാസ് എന്ന് പറയുന്നത്, ടോട്ടൽ മാസ്. ഇനി നമുക്കറിയാവുന്ന ഒരു കാര്യം കൂടി ഉണ്ട്, എം എന്ന് പറഞ്ഞാൽ മോളാർ മാസ് ആണ്, അതായത് 6.022 ഇൻറ്റു 10⁻23 പാർട്ടിക്കിൾസിന്റെ മാസ്. ആ പാർട്ടിക്കിൾ ആരും ആവാട്ടോ, ആറ്റാവാ മോളിക്യൂൾ ആവാ, അതിന്റെ മാസാണ് ക്യാപിറ്റൽ എം. ഇവിടെ എഴുതട്ടെ മാസ് ഓഫ്, ഓക്കെ, മാസ് ഓഫ് എന്ന് എഴുതാം. അപ്പൊ ഇനി ഇത് എനിക്ക് ഒരു പാർട്ടിക്കിളിന്റെ കാണണം, അത് സ്മോൾ ലെറ്റർ എം കാണണം എന്ന് വിചാരിക്കാം. അപ്പൊ ഞാൻ മാസ് ഓഫ് 1 പാർട്ടിക്കിൾ എന്നാക്കണമെങ്കിൽ ഈ നമ്പറിന് ഇങ്ങോട്ട് കൊണ്ടുപോയാൽ പോരെ. അപ്പൊ ഇതിവിടെ ഡിവൈഡഡ് ബൈ ആയിട്ട് വരിക. അപ്പൊ നമ്മൾക്ക് എഴുതാം മാസ് ഓഫ് 1 പാർട്ടിക്കിൾ നമ്മൾ സ്മോൾ ലെറ്റർ എന്ന് അല്ലേ നമ്മൾ ഡിനോട്ട് ചെയ്തപ്പോൾ എം ഈസ് ഈക്വൽ ടു 6.022 ഇൻറ്റു 10⁻23 ഡിവൈഡഡ് ബൈ, സോറി നമ്മൾ മാറി എഴുതി, എം ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ലെറ്റർ എം ഡിവൈഡഡ് ബൈ 6.022 ഇൻറ്റു 10⁻23. ഇതാർക്കും ഡൗട്ട് ഉണ്ടോ, ക്ലിയർ ആവാത്ത ആരെങ്കിലും ഉണ്ടോ? അപ്പൊ ഇത് നമുക്ക് എളുപ്പമായിരുന്നില്ല. ഇനി അടുത്ത അപ്പൊ ഈ 6.022 10⁻23 അതിന് നമുക്ക് അവഗാഡ്രോ നമ്പർ എന്ന് വിളിച്ചൂടെ. അവഗാഡ്രോ നമ്പർ നമ്മൾ എന്ത് വെച്ച് ഡിനോട്ട് ചെയ്യുക, എൻ എ എന്നും കാണിക്കാറുണ്ട്, എൻ ഒ എന്നും കാണിക്കാറുണ്ട്, രണ്ടും ശരിയാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എം ഈസ് ഈക്വൽ ടു എം ബൈ എൻ എ, അതിൽ നമ്മൾ പണ്ടേ അറിയാവുന്ന കാര്യമാണ്. ഇനി നമ്മൾ എഴുതി, ഇപ്പോൾ സൈഡിൽ എഴുതുക, ക്യാപിറ്റൽ എം മോളാർ മാസ് ആണ്, എൻ എന്ന് പറഞ്ഞാൽ അവഗാഡ്രോ നമ്പർ ആണ്. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താണ്, ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും, ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം അല്ലേ. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു, ഇവിടെ ശ്രദ്ധിക്കുക, ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ഓഫ് യൂണിറ്റ് സെൽ ഡിവൈഡഡ് ബൈ അതിന്റെ വോളിയം അല്ലേ, വോളിയം ഓഫ് യൂണിറ്റ് സെൽ. സംശയമൊന്നുമില്ലല്ലോ. അപ്പൊ മാസ് ഓഫ് യൂണിറ്റ് സെൽ നമ്മൾ കണ്ടു അല്ലേ. മോളാർ മാസിനെ ഇവിടെ ശ്രദ്ധിക്കുക, മാസ് ഓഫ് യൂണിറ്റ് സെല്ലിന്റെ കേസിൽ നമ്മൾ എഴുതിയത് ശ്രദ്ധിക്കുക, സെഡ് ഇൻറ്റു എം. നമ്മൾ നേരത്തെ എഴുതി എങ്ങനെയാണ്, ഒരു പാർട്ടിക്കിളിന്റെ മാസ് എം ആണ്, അങ്ങനെ സെഡ് പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ സെഡ് ഇൻറ്റു എം എന്നല്ലേ എഴുതേണ്ടത്, ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് യൂണിറ്റ് സെൽ എത്രയാണ്, സൈഡ് എ ആണെങ്കിൽ ടോട്ടൽ വോളിയം എ ക്യൂബ് അല്ലേ, സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ, ഇനി നമ്മളിവിടെ ചെയ്യുന്ന കാര്യം, നെക്സ്റ്റ് സ്റ്റെപ്പ് ടെക്സ്റ്റ് ബുക്കിൽ നേരെ സ്റ്റെപ്പിക്കാൻ പോയിട്ടുണ്ടാവുക. ഇപ്പോൾ ഡി ഈസ് ഈക്വൽ ടു ആണ് എഴുതുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് ടെക്സ്റ്റ് ബുക്കിൽ എന്താ എഴുതിയിട്ടുള്ളത്, ദാറ്റ് ഈസ് ഈക്വൽ ടു സെഡ് ഇൻറ്റു ക്യാപിറ്റൽ ലെറ്റർ എം ഡിവൈഡഡ് ബൈ എ ക്യൂബ് ഇൻറ്റു എൻ എന്ന് എഴുതിയിട്ടുണ്ടാവും. ഇതെങ്ങനെ എഴുതിയത്, നമ്മൾ എമ്മിന് പകരം ഇക്വേഷൻ തൊട്ട് മുമ്പ് എഴുതി വെച്ചില്ലേ, എം ഈസ് ഈക്വൽ ടു ടോട്ടൽ മാസ് അല്ലെങ്കിൽ മോളാർ മാസ്, ടോട്ടൽ മാസ് അല്ല കേട്ടോ, മോളാർ മാസ് ഡിവൈഡഡ് ബൈ അവഗാഡ്രോ നമ്പർ എന്ന് എഴുതിയില്ലേ, അതിവിടെ ഇതിന് പകരം കൊടുത്തു, ഈ എമ്മിന് പകരം കൊടുത്തു, അത്ര ചെയ്തിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഇക്വേഷൻ ഇപ്പം എന്തായി, ഡി ഈസ് ഈക്വൽ ടു സെഡ് എം ഡിവൈഡഡ് ബൈ എ ക്യൂബ് എൻ എ. കണ്ടല്ലോ, ഇത് നമുക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ ആണ്. അപ്പോൾ നമുക്കൊന്ന് ഡെൻസിറ്റി ആണെങ്കിൽ അത് കാണാം, ബാക്കിയുള്ളവർ തന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വോളിയം തന്നിട്ടുണ്ട്. വോളിയം നേരിട്ട് തന്നോളന്നില്ല കേട്ടോ, ഏതെങ്കിലും ഒരു സൈഡ് തന്നു കഴിഞ്ഞാൽ നമുക്ക് വോളിയം കണ്ടെത്താവുന്നേ ഉള്ളൂ. അവഗാഡ്രോ നമ്പർ ഇങ്ങനെ തരേണ്ട ആവശ്യമില്ല, നമുക്കറിയാം. മോളാർ മാസ് ഒന്നെങ്കിൽ അതായിരിക്കും കാണേണ്ടി വരിക, അല്ലെങ്കിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആവും കാണേണ്ടി വരിക, അല്ലെങ്കിൽ ഡെൻസിറ്റി ആവും. ഇതൊക്കെ നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യനിൽ തരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ട് എക്സാമ്പിളില്ലേ, ആ എക്സാമ്പിൾ നിങ്ങൾ ചെയ്യണം. ഒന്ന് മാത്രം നമുക്കിപ്പോൾ ഒന്ന് വർക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ ഇക്വേഷൻ ഇവിടെ എഴുതിട്ട്, ഡി ഈസ് ഈക്വൽ ടു സെഡ് ക്യാപിറ്റൽ ലെറ്റർ എം ഡിവൈഡഡ് ബൈ എ ക്യൂബ് ഇൻറ്റു എൻ എ. അപ്പോൾ ഇനി ക്വസ്റ്റ്യൻ ഇതാണ്, എൻ എലമെന്റ്, ഏതോ ഒരു എലമെന്റ് ആണ്, ബോഡി സെന്റേർഡ് ക്യൂബിക് ആണ്. അപ്പം തന്നെ നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കണം, ബോഡി സെന്റർ ക്യൂബിക് ആണെങ്കിൽ കോർണറിലുള്ള എല്ലാ പാർട്ടിക്കിൾസും കൂടി 1/8 × 8 ഈക്വൽ ടു 1. പിന്നെ നടുവിൽ ഒരു പാർട്ടിക്കിൾ ഉണ്ട്, അപ്പോൾ 1 × 1, അതിനാരും ഷെയർ ചെയ്യണില്ല 1. സോ ടോട്ടൽ എത്രയാണ്, രണ്ടും കൂടി ചേർത്ത 2 പാർട്ടിക്കിൾസ് ആണ് എഫക്റ്റീവ് ഉള്ളത്. അപ്പോൾ സെഡ് നമുക്ക് കിട്ടി, ഇപ്പൊ തന്നെ കിട്ടി, എത്രയാണ് 2. ഇങ്ങനെയാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് കേട്ടോ. ഇനി അടുത്തത് എഡ്ജ് തന്നിട്ട് 288 പൈക്കോമീറ്റർ ആണ്. അപ്പൊ എ തന്നിട്ടുണ്ട് 288 പൈക്കോമീറ്റർ. പൈക്കോമീറ്റർ അറിയാത്തൊരു, പൈക്കോ എന്ന് പറഞ്ഞാൽ 10⁻⁻12 എന്നാണ് അർത്ഥം. ഓക്കെ, പൈക്കോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻², അല്ല സോറി 12 മീറ്റർ. ഇനി അപ്പൊ വോളിയത്തും കാണാൻ എന്താ ചെയ്യേണ്ടത്, വോളിയം കാണാൻ എ ക്യൂബ് അല്ലേ ചെയ്യേണ്ടത്, ദാറ്റ് ഈസ് ഈക്വൽ ടു 288 ഇൻറ്റു 10⁻⁻12 ദ ഹോൾ ക്യൂബ്. നിങ്ങൾ എപ്പോഴും SI യൂണിറ്റിക്ക് മാറ്റണം കേട്ടോ. അപ്പൊ ഇവിടെ പൈക്കോ എന്നുള്ളതൊക്കെ നിങ്ങൾ മാറ്റി 10⁻12 കൊടുക്കണം, കൊടുത്തില്ലെങ്കിൽ ഉത്തരം തെറ്റും. അപ്പൊ അത് നിങ്ങൾ എന്തായാലും കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാം. ഇനി അടുത്ത എന്താണ് പരിപാടി, നമ്മൾ എന്താ കാണാൻ പറഞ്ഞപ്പോൾ ഡെൻസിറ്റി തന്നിട്ടുണ്ട്, ഡിയും തന്നിട്ടുണ്ട്. ഡി എത്രയാണ് പറഞ്ഞത്, 7.2
ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ്. അപ്പോൾ നമുക്ക് എളുപ്പം എന്താ അറിയോ, ഇവിടെ നമുക്ക് ഈ കിട്ടുന്ന ആൻസർ ഇല്ലേ, അതിനെ നിങ്ങൾ മീറ്ററിൽ കാണുന്നതിനേക്കാളും നല്ലത് സെന്റിമീറ്ററിലേക്കാണ്. അതായത് മീറ്ററിൽ കണ്ടിട്ട് സെന്റിമീറ്ററിലേക്ക് മാറ്റുക, അതാണ് നന്നാവുക. ഇവിടെ നിങ്ങൾക്ക് മീറ്റർ ക്യൂബിലാണ് ഉത്തരം വരിക, അപ്പോൾ നിങ്ങൾ അതിന് സെന്റിമീറ്റർ ക്യൂബിലേക്ക് മാറ്റണം. എങ്ങനെ മീറ്ററിനെ എങ്ങനെ സെന്റിമീറ്ററിലേക്ക് മാറ്റുക? 1 മീറ്റർ ഈസ് ഈക്വൽ ടു 100 സെന്റിമീറ്റർ എന്നല്ലേ. അപ്പോൾ 1 മീറ്റർ ക്യൂബ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 100 ഒരു ക്യൂബ് ഇട്ട് കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇൻറ്റു 10 സ്ക്വയർ റേസ് ടു 3, അതായത് 10 സ്ക്വയർ 100 ആണ്. 100 റേസ് ടു 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കിട്ടുക? 1 2 3 4 5 6. ഈ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ മീറ്ററിൽ കിട്ടിയ ഉത്തരം ഏതിലേക്ക് മാറിക്കോളും? സെന്റിമീറ്ററിലേക്ക് മാറിക്കോളും. ഇപ്പം നമുക്ക് വോളിയം കിട്ടി, ഡെൻസിറ്റി തന്നിട്ടുണ്ട്. പിന്നെ എന്താ ചോദിച്ചത്? ഹൗ മെനി ആറ്റംസ്. അപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് ഹൗ മെനി ആറ്റംസ് ആർ പ്രസന്റ് ഇൻ 208 ഗ്രാം ഓഫ് ദ എലമെന്റ്. നമുക്ക് 28 എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് ഇവിടെ 208 ഗ്രാം പെർ സെന്റ് വോൾ ഡെൻസിറ്റി ഒക്കെ തന്നിട്ടുണ്ട്. ചോദിച്ചതാണ് 208 ഗ്രാമാണ് നമ്മളെ കയ്യിൽ ഈ എലമെന്റ് ഉണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെ വെച്ചാൽ അതിൽ എത്ര പാർട്ടിക്കിൾസ് ആണ് ഉള്ളതെന്ന ക്വസ്റ്റ്യൻ. നമ്മളിപ്പോൾ എന്താ കണ്ടുവച്ചു? വോളിയം കണ്ടുവച്ചിട്ടുണ്ട്, അതുപോലെ എഫക്റ്റീവ് സെറ്റ് കണ്ടുവച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഡെൻസിറ്റി തന്നിട്ടുണ്ട്. നമ്മൾ ആകെ കാണേണ്ടത് ഈ ഒരു തന്ന ഒരു മാസിൽ അങ്ങനെ അത്രയും മാസ് ആവണമെന്നുണ്ടെങ്കിൽ എത്ര പാർട്ടിക്കിൾസ് വേണമെന്നാണ്. ടെക്സ്റ്റ് ചെയ്ത പോലെ നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ 208 ഗ്രാം പാർട്ടിക്കിൾസിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ എത്ര നമുക്ക് ആദ്യം കാണാം. ഓക്കെ, അപ്പോൾ മാസ് ബൈ വോളിയാണ് എന്ത്? മാസ് ബൈ വോളിയാണ് എന്ത്? ഡെൻസിറ്റി എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, മാസ് തന്നിട്ടില്ല ഉണ്ടോ? ഈ ഒരു പോർഷനിൽ മാസ് ഒന്നുമില്ല. എത്രയാണ്? 208 ഗ്രാം അല്ലേ. വോളിയം നമുക്ക് അറിയില്ല. കാരണം നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ മാസ് വന്നിട്ട് ഡെൻസിറ്റി വന്നിട്ട് നമുക്ക് വോളിയാണ് കാണേണ്ടത്. അപ്പോൾ വോളിയം നിങ്ങൾ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് ഉണ്ടോ, ഡെൻസിറ്റി നിങ്ങൾ കൊണ്ടുവരാം. ഡെൻസിറ്റി എത്രയും നമ്മൾ അത് മാറൂല കേട്ടോ. ഡെൻസിറ്റി നിങ്ങൾ എത്ര എടുത്താലും എത്ര സാധനങ്ങൾ കിലോഗ്രാമോ ഗ്രാം എന്താ വെച്ചെടുത്തോ അത് മാറൂല. അതിനനുസരിച്ച് വോളിയം ആയിരിക്കും. നിങ്ങൾ എടുക്കുന്ന എമൗണ്ട് ആവും മാറിയുണ്ടാവുക. മാസ് കുറവ് എന്ന് പറഞ്ഞാൽ വോളിയം കുറവാണെന്ന് അർത്ഥം. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടും? വോളിയത്തിനെ കിട്ടും. അപ്പോൾ ഇത് ചെയ്താൽ കിട്ടുന്ന ആൻസർ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് 28.88 സെന്റിമീറ്റർ ക്യൂബ്. വോളിയം അല്ലേ, ക്യൂബിൽ തന്നെയാണ് വരിക. ഇനി നമുക്ക് അടുത്തെന്താ കാണേണ്ടത്? ഇതിൽ എത്ര ആറ്റംസ് ഉണ്ട്, എത്ര ആറ്റംസ് ഉണ്ടെന്ന് അടുത്ത കാണേണ്ടത്. അപ്പോൾ അതിന് മുമ്പ് നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കിവിടെ നമ്പർ ഓഫ് യൂണിറ്റ് സെൽ ഇൻ ദിസ് വോളിയം, ഈ ഒരു വോളിയത്തിൽ എത്ര യൂണിറ്റ് സെൽ ഉണ്ടെന്ന് കാണാം. അതെങ്ങനെ കാണാം? നമുക്ക് ഇപ്പോൾ കിട്ടിയ മാസ് എത്ര? 28.88 സെന്റിമീറ്റർ ക്യൂബ് അല്ലേ, ഡിവൈഡഡ് ബൈ നമുക്ക് നമ്പർ ഓഫ് യൂണിറ്റ് സെല്ലിനെ കണ്ടത്. അപ്പോൾ ഇവിടെ ഗിവൺ മാസ് ബൈ മോളാർ മാസ് നമ്മൾ പണ്ട് ചെയ്യാറില്ലേ മോൾ കൺസെപ്റ്റിൽ? ഗിവൺ മാസ് ബൈ മോളാർ മാസ്. എന്തിനാ അത് ചെയ്തിരുന്നത്? നമുക്ക് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കാണാം. അത് തന്നെ നമ്മൾ ഇവിടെയും ചെയ്യുന്നത്. ഗിവൺ മാസ് ബൈ നമ്മളുടെ നെക്സ്റ്റ് അത് താഴെ തൊട്ടുള്ള നിങ്ങൾ ടെക്സ്റ്റിക്ക് നോക്കി നോക്ക്. 2.39 ഇൻറ്റു 10⁻⁻23 സെന്റിമീറ്റർ ക്യൂബ് പെർ യൂണിറ്റ് സെൽ. ഇത് ഇവിടെ ഗിവൺ മാസ് ബൈ മോളാർ മാസ് അല്ല ശരിക്കും കൊടുത്തത് അല്ലേ. നമുക്കൊരു വോളിയം നമ്മുടെ കയ്യിലുണ്ട്. ഒരു യൂണിറ്റ് സെല്ലിന്റെ വോളിയം നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെയ്താൽ ടോട്ടൽ എത്ര യൂണിറ്റ് സെൽ ഉണ്ടെന്ന് കിട്ടൂലേ? നമുക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുക. തൊട്ട് മുമ്പ് നമ്മൾ ചെയ്തു വെച്ചതാണിത്. ഒരാൾ വോളിയം കണ്ടു, ഒരു യൂണിറ്റ് സെല്ലിന്റെ വോളിയം നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. ഇപ്പം കിട്ടിയത് ഈ 208 ഗ്രാമിന്റെ വോളിയം നമ്മുടെ കയ്യിലുണ്ട്. സോ ഗിവൺ വോളിയം ബൈ വോളിയം ഓഫ് എ യൂണിറ്റ് സെൽ ചെയ്താൽ നമുക്ക് എത്ര യൂണിറ്റ് സെൽ ഉള്ളതെന്ന് കിട്ടൂലേ? അപ്പോൾ ഇതിന്റെ ആൻസർ 12.08 ഇൻറ്റു 10⁻23 യൂണിറ്റ് സെൽ എന്നാണ്. ഒരു യൂണിറ്റ് സെല്ലിൽ എത്ര പാർട്ടിക്കിൾ ഉണ്ട് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്? 2 എണ്ണം. അത് എവിടെ നിന്നാണ് കിട്ടിയത്? ഇത് തുടക്കത്തിലേ പറയേണ്ടത് BCC ആണ്, ബോഡി സെന്റേഡ് ക്യൂബിക് ആണ്. ബോഡി സെന്റേഡ് ക്യൂബിക് ആണെങ്കിൽ ഒരു യൂണിറ്റ് സെൽ എത്ര പാർട്ടിക്കിൾ ഉണ്ടാവും? 2 പാർട്ടിക്കിൾ. ഇവിടെ എത്രയും യൂണിറ്റ് സെൽ ഉണ്ടെന്ന് കണ്ടെത്തി. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര പാർട്ടിക്കിൾസ് ഉണ്ടാവും? 2 ഇൻറ്റു 12.08 ഇൻറ്റു 10⁻23, അതായത് 24 ഇൻറ്റു 10⁻23 പാർട്ടിക്കിൾസ്. അല്ലെങ്കിൽ ഇവിടെ ആറ്റാണെങ്കിൽ ആറ്റം എന്താ വെച്ചാൽ പറയാം. ഈ ക്വസ്റ്റ്യൻ ഒരു തവണ കൂടി പറയാം. നമ്മളൊന്ന് മിക്സ് ആയിട്ടോ പറയണ്ടാവുക. നമുക്കൊന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ പോകാം. ശരിക്കും എന്താ വെച്ചാൽ നമ്മുടെ അടുത്തുള്ള ഇക്വേഷൻ ആണ് D = ZM/A³ അതിനെ നമ്മൾ പല രീതിയിൽ ഉപയോഗിക്കുകയാണ്. അപ്പം ഇവിടുത്തെ നമ്മളെ ആവശ്യം യൂണിറ്റ് സെല്ല് എത്ര ഉണ്ട് എന്ന് അറിയാനില്ലായിരുന്നു. നമ്മളെ ആവശ്യം പാർട്ടിക്കിൾസ് എത്ര ഉണ്ട് എന്നുള്ള അറിയാനാണ്. പക്ഷേ പാർട്ടിക്കിൾസ് എത്ര ഉണ്ട് എന്ന് പറയണമെങ്കിൽ ആദ്യം യൂണിറ്റ് സെൽ എത്ര ഉണ്ട് എന്ന് പറയണം. എന്നാൽ ഓരോ യൂണിറ്റ് സെല്ലും 2 പാർട്ടിലാണുള്ളത് നമുക്കറിയാം. അതെങ്ങനെ നമുക്കറിയാം? ഇവിടുത്തെ സ്ട്രക്ചർ BCC ആണ്. BCC ആണെങ്കിൽ ഒരു യൂണിറ്റ് സെല്ല് 2 പാർട്ടിക്കിളാണ് ഉണ്ടാവുക. ഓക്കെ, BCC ആണെങ്കിൽ ഒരു യൂണിറ്റ് സെല്ല് 2 പാർട്ടിക്കിളാണ് ഉണ്ടാവുക. അപ്പം നമുക്കൊരു ഗുണമുണ്ട്. എത്ര യൂണിറ്റ് സെല്ലാണ് അതിന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പം നമ്മൾ ചെയ്ത പരിപാടി എന്താ? ആദ്യം നമ്മൾ ഒരു യൂണിറ്റ് സെല്ലിന്റെ വോളിയം കണ്ടെത്തി. ഓക്കെ, പിന്നെ 208 ഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര വോളിയാണെന്ന് കണ്ടെത്തി. അതെങ്ങനെയാണ്? മാസ് ബൈ വോളിയം ഈക്വൽ ഡെൻസിറ്റി. ഡെൻസിറ്റി മാറാൻ പോണില്ല. അപ്പോൾ ഈ വോളിയം നമുക്ക് അറിയില്ല. അതിനിങ്ങോട്ട് കൊണ്ടുപോയി മാസ് ബൈ ഡെൻസിറ്റി ചെയ്തു. മാസ് എത്രയായിട്ട് എടുത്ത് നമ്മൾ 208 വെച്ചിട്ട് ചെയ്തു. അപ്പോൾ നമുക്കൊരു വോളിയം കിട്ടി. അപ്പോൾ നമ്മൾ കിട്ടിയ വോളിയം അത് എത്രയോ പാർട്ടിക്കിൾസിന്റെ വോളിയം എത്ര നമുക്ക് അറിയില്ല. എന്തായാലും ആ വോളിയം ഡിവൈഡഡ് ബൈ ഒരു യൂണിറ്റ് സെല്ലിന്റെ വോളിയം നമ്മൾ ഓൾറെഡി കണ്ടക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് എത്ര യൂണിറ്റ് സെല്ലാന്ന് കിട്ടി? ഒരു യൂണിറ്റ് സെല്ല് 2 പാർട്ടിക്കിളാണ്. അപ്പോൾ ഇതിനെ 2 കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോൾ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾ, ആറ്റാണെങ്കിൽ ആറ്റം എഴുതുക, മോളിക്യൂളാണെങ്കിൽ
മോളിക്യൂളിന്, അത്ര വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും നോട്ടിക്ക് ഈ 2 എക്സാമ്പിൾ നോട്ടിക്ക് എഴുതൽ നിർബന്ധമാണ്. അതിൻ്റെ കൂടെ ഇപ്പോൾ രണ്ടാമത്തെ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടില്ല, രണ്ടാമത്തെ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുക, എന്നിട്ട് ബുക്കിലേക്ക് നോക്കുക. ടെക്സ്റ്റ് ഇല്ല എന്നുള്ളൊരു എക്സ്ക്യൂസ് നിങ്ങൾ പറയാതിരിക്കുക. ഓക്കെ, ഇനി ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യനുകൾ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കുകൾ ഏതൊക്കെയാ വെച്ചാൽ അതൊക്കെ ഇന്ന് തന്നെ നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യണം, ഇന്ന് തന്നെ അയച്ചു തരും വേണം. വാട്ട് ഈസ് ദ 2-dimensional കോർഡിനേഷൻ നമ്പർ ഓഫ് മോളിക്യൂൾ ഇൻ സ്ക്വയർ ക്ലോസ് പാക്ക്ഡ് ലെയർ? സ്ക്വയർ ക്ലോസ് പാക്കിങ്ങിൽ എത്ര കോർഡിനേഷൻ നമ്പർ എന്നത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നോക്കിയിട്ട് എഴുതാം. A compound forms external close packed structure HCP. What is the total number of void in 0.5 mole of it? ഇവിടെ നിങ്ങൾ ആലോചിച്ചിട്ട് ചെയ്യണം. ചോദിച്ച് എന്താണ് ടോട്ടൽ നമ്പർ വോയിഡ്സ് എത്ര ഉണ്ടെന്ന് ചോദിച്ചത്. 0.5 മോൾ എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് മോൾ എന്ന് മനസ്സിലാവും ഇല്ലേ? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് നമുക്ക് മോൾസ് എന്നാൽ കിട്ടൂലേ? ഒരു മോൾ പറഞ്ഞാൽ അവഗാഡ്രോ നമ്പർ പാർട്ടിക്കിൾസ്, അവിടെ അര മോളേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ പകുതി പാർട്ടിക്കിൾസ് ഉണ്ടാവും. അപ്പോൾ ആ പാർട്ടിക്കിൾസിൻ്റെ എണ്ണം നോക്കിയാൽ വോയിഡ് കണ്ടെത്താനുള്ള ഒരു വഴി നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതിൽ നിന്ന് ഇത് കണ്ടെത്താം. ഹൗ മെനി ഓഫ് ദീസ് ആർ ടെട്രാഡൽ വോയിഡ്സ്? അത് ആ പോർഷൻ നോക്കിയിട്ട് ചെയ്യുക, കിട്ടാത്തവർ ചോദിക്കുക. എ കോമ്പൗണ്ട് ഈസ് ഫോണ്ട് ബൈ 2 എലമെന്റ് M and N. രണ്ടത് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത കേട്ടോ. M N എന്നുള്ള 2 എലമെന്റ് ചേർന്നിട്ട് ഒരു കോമ്പൗണ്ട് ഉണ്ട്. എലമെന്റ് N CCPയിലാണ് നിൽക്കുന്നത്, അതേസമയത്ത് M 1/3 ഓഫ് ടെട്രാഡൽ വോയിഡിലാണ്. വോയിഡിൽ നിൽക്കുന്നത് ആരാന്ന് നമുക്കറിയാം, സൈസ് കുറഞ്ഞ ആളാണ് വോയിഡിൽ പോയി നിൽക്കുക. ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ് കേട്ടോ, കേൾക്കാത്തവർ വീണ്ടും ഇത് കേൾക്കുക. അപ്പോൾ വോയിഡിൽ പോയി നിൽക്കുന്നത് സൈസ് കുറവാണ് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ് ആയോണം, അതായത് കാറ്റയോൺ. M ആണ് ഇവിടെ, അപ്പോൾ കാറ്റയോൺ. അപ്പോൾ കെമിക്കൽ ഫോമിൽ ആദ്യം എന്തായാലും M വരിക. വാട്ട് ഈസ് ദ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട്? അതിൻ്റെ ഫോർമുല എത്രയാണ്? അപ്പോൾ CCPയിൽ നിൽക്കുകയാണെങ്കിൽ പാർട്ടിക്കിൾസ് നിൽക്കുന്നതും വോയിഡിൻ്റെ എണ്ണൊക്കെ തമ്മിലൊരു ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ വെച്ചിട്ട് നിങ്ങൾ ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ലാറ്റിസ് ഹാസ് ദ ഹയസ്റ്റ് പാക്കിംഗ് എഫിഷ്യൻസി? വെറുതെ എന്തിനാണ് ഡിസ്കസ് ചെയ്യുന്നത്, നിങ്ങൾ നേരിട്ട് എഴുതുക. എലമെന്റ് വിത്ത് മോളാർ മാസ് തന്നിട്ടുണ്ട്, അത് ക്യൂബിക് യൂണിറ്റ് സെൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എഡ്ജ് ലെങ്ത് ഉണ്ട്, ഡെൻസിറ്റി ഉണ്ട്. അതിന്റെ നേച്ചറാണ് ചോദിച്ചത്, അതായത് ബോഡി സെന്റർ ആണോ, ഫേസ് സെന്റർ ആണോ, സിമ്പിൾ ക്യൂബിക് ആണോ, എങ്ങനെ മനസ്സിലായി പറയാം? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കണ്ടെത്തിയാൽ മനസ്സിലാവും. ഒരു യൂണിറ്റ് സെല്ലിലെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കണ്ടെത്തുക. അത് 1 എന്നാണ് നിങ്ങൾക്ക് ഉത്തരം കിട്ടണമെന്നുണ്ടെങ്കിൽ സിമ്പിൾ ക്യൂബ് ആണ്, 2 ആണെങ്കിൽ ബോഡി സെന്റേഡ് ആണ്. അത് എത്ര 4 എന്നാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ 4 എങ്ങനെ കിട്ടും? നമുക്ക് 3 ഫേസ് സെന്ററിൽ നിന്നും കിട്ടും, 1 നമ്മളെ കോർണറുകളിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ അതെന്താണ്? ഫേസ് സെന്റർഡ് ക്യൂബിക്, അല്ലെങ്കിൽ HCP എന്ന് വിളിക്കുക, അല്ലെങ്കിൽ CCP എന്ന് വിളിക്കുക. അപ്പോൾ അതിൻ്റെ ഐഡിയ ഞാൻ തന്നു, ചെയ്തിട്ട് അത് അയച്ചു തരണം, നിർബന്ധമാണ് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ഇംപെർഫെക്ഷൻ സോളിഡ്സ് ആണ്. അത് നമുക്കൊരു ക്ലാസ്സിൽ ഇംപെർഫെക്ഷൻ സോളിഡും അതുപോലെ തന്നെ നമ്മളെ ലാസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള ഈ ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്യുക. അതോടുകൂടി ഈ ഒരു ചാപ്റ്ററും കൂടി നമ്മൾ തീരും. പിന്നെ ഞാൻ കഴിഞ്ഞ ഒരു ഓഡിയോ ആയിട്ട് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എക്സസൈസ് ഒരു സ്ലൈഡ് പോലെ കണ്ടിട്ടുള്ളൂ. അതിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അത്രയും പെർട്ടിക്കുലർ ആയിട്ട് വേണം, എനിക്ക് ഒന്നുകൂടി കേൾക്കണം, അത് സിമ്പിൾ ചാപ്റ്റർ ആണ് അങ്ങനെ ചെയ്തത്. നിങ്ങൾക്ക് ഏതെങ്കിലും അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കേൾക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യുക. അത് എത്ര നേരം വേണമെങ്കിലും ഞാൻ പറഞ്ഞുതരാം, ചോദിക്കാതിരിക്കരുത്. ഓക്കെ, വിൽ സീ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.